ഇപ്പോൾ തമിഴിലെ ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ആൻഡ് ദ മോസ്റ്റ് ഇൻ ഡിമാൻഡ് ഡയറക്ടർ ആരാണ്? തീർച്ചയായും അത് ലോകേഷ് കനകരാജ് തന്നെയാണ്. പിന്നെ ബോക്സ് ഓഫീസ് പവർ നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ മേലെ മറ്റൊരാൾ കൂടിയുണ്ട്. പക്ഷേ സ്വദേശത്തും അന്യനാടായ കേരളത്തിൽ വരെ ആൾക്ക് കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് ആരും പറയുന്നില്ല എന്ന് മാത്രം. ആളുടെ പേര് അറ്റ്ലി. എന്നാൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഈ പൊസിഷൻ അലങ്കരിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. പേര് മുരുകദോസ്, AR മുരുകദോസ്. 2001 അതുവരെ അൾട്ടിമേറ്റ് സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന അജിത്തിനെ തല അജിത്താക്കി മാറ്റിയ ദീന എന്ന സിനിമയിലൂടെ തുടക്കം. ശേഷം വിജയകാന്തിനൊപ്പം രമണ. ഈ സിനിമയിലൂടെയാണ് അദ്ദേഹം കൊമേഴ്സ്യൽ എലമെന്റിനൊപ്പം സോഷ്യൽ മെസ്സേജ് കൂടി പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അടുത്തത് ഗജനി, അതിനെപ്പറ്റി പിന്നെ ഞാൻ പറയണ്ടല്ലോ. അടുത്തത് തെലുങ്കിൽ ചിരഞ്ജീവിയോടൊപ്പം സ്റ്റാലിൻ. പടം അവിടെ ബ്ലോക്ക് ബസ്റ്ററാണ്, ഒപ്പം കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുത്തിട്ടുണ്ട്. ശേഷം 2008 ഗജനിയുടെ ഹിന്ദി പതിപ്പ്, അവിടുത്തെ ഇൻഡസ്ട്രി ഹിറ്റ്. ഇതും കഴിഞ്ഞ് 2011 ഏഴാം അറിവ്. 1-2 പോരായ്മകൾ മാറ്റി നിർത്തിയാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു. ശേഷം 2012 വിജയുമൊത്തുള്ള ആദ്യത്തെ കൊളാബറേഷൻ തുപ്പാക്കി. അതുവരെ സുറ, വേട്ടക്കാരൻ, വേലായുധം പോലുള്ള ടെംപ്ലേറ്റ് സിനിമകൾ ചെയ്യുന്ന വിജയെ പിടിച്ച് ആ ട്രാക്കിൽ നിന്ന് മാറ്റിയൊരു റോക്കറ്റ് ലോഞ്ചറിൽ കൊണ്ടിരുത്തിയ അവസ്ഥയായിരുന്നു ഈ സിനിമ വിജയ്ക്ക് നൽകിയത്. ശേഷം 2014 ഇതേ വിജയോടൊപ്പം കത്തി, മൈ മോസ്റ്റ് ഫേവറേറ്റ്. സോഷ്യൽ മെസ്സേജ് ഉണ്ട്, എന്നാൽ അതിന്റെ ഇരട്ടിക്ക് മാസ് എലമെന്റുമുള്ള ഒരു പടം. ഇതിനിടയിൽ ഹിന്ദിയിൽ തുപ്പാക്കിയുടെ റീമേക്കായ ഹോളിഡേ, ഫീമെയിൽ സെൻട്രിക് മൂവിയായ ആഖിറ എന്നിവയും ചെയ്തു. വർഷം 2017. ഇവിടെ മുതലാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വർഷം അദ്ദേഹം ചെയ്ത സിനിമ സ്പൈഡർ. ഈ പടത്തെ പറ്റി വിശദമായി ഒന്ന് സംസാരിക്കാനുണ്ട്, അത് പിന്നീട് ഒരിക്കലാവാം. അപ്പോൾ ഒരു തമിഴ് തെലുഗു ബിലിംഗ്വലായി ഇറങ്ങിയ ഈ സിനിമ ഇറങ്ങിയ ദിവസം ഞാൻ യൂട്യൂബിൽ കണ്ട പബ്ലിക് റിവ്യൂസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. തമിഴ് ഓഡിയൻസ് പറയുന്നു ഇതൊരു തെലുഗു ടൈപ്പ് സിനിമയാണെന്ന്, തെലുഗു ഓഡിയൻസ് പറയുന്നു ഇതൊരു തമിഴ് ടൈപ്പ് സിനിമയാണ്, അവർക്ക് ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെ കൊടുക്കും 2 കൂട്ടരും പടത്തെ കൈയൊഴിഞ്ഞു. തൊട്ടടുത്ത വർഷം വിജയുമൊത്ത് സർക്കാർ. ഭയങ്കര ഇനീഷ്യൽ നേടി ഈ പടം ബോക്സ് ഓഫീസ് വൈസ് ഹിറ്റുമാണ്. എന്നാൽ ഇതേ ആക്ടർ ഡയറക്ടർ കോംബോയുടെ മുൻപത്തെ ഔട്ടിങ്ങുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ഇവിടെ മിസ്സിംഗ് ആയിരുന്നു. ശേഷം 2020 രജനീകാന്തിനൊപ്പം ദർബാർ. നിങ്ങളിൽ എത്ര പേർ ആ പടം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, കണ്ടവർക്ക് മനസ്സിലാവും. ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്തൊരു കൊമേഴ്സ്യൽ സിനിമ. പക്ഷെ ഒരിടത്ത് പോലും ഒരു ഹൈ മൊമെന്റോ എക്സൈറ്റിംഗ് ആയിട്ടോ ത്രില്ലിംഗ് ആയിട്ടോ ഒന്നും തന്നെ ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. നായകന്റെ കണ്ടീഷനും വില്ലന്റെ മോട്ടീവും ഒന്നും തന്നെ നമുക്ക് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ആ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമാണ് നേരിട്ടത്. ശേഷം 5 വർഷങ്ങൾക്ക് ഇപ്പുറം സൽമാൻ ഖാനുമായി സിക്കന്ദർ. മോശം ഫോമിലിരിക്കുന്ന നായകനും മോശം ഫോമിലിരിക്കുന്ന സംവിധായകനും. റിസൾട്ട് ഒരു മീഡിയോക്കർ കമേഴ്സ്യൽ സിനിമ വിച്ച് ഇസ് അഗൈൻ എ ബോക്സ് ഓഫീസ് ഫ്ലോപ്പ്. ഒരു കാലത്ത് തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും സൂപ്പർ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചിരുന്ന ഒരു സംവിധായകൻ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇനി വരാനിരിക്കുന്നത് ശിവകാർത്തികേയനൊപ്പം മദ്രാസി. ശിവകാർത്തികേയനെ സംബന്ധിച്ച് ഇതൊരു വൻ റിസ്ക് ആണ്. എനിവേസ്, ലെറ്റ്സ് സീ ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.